ശക്തമായ മഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. അട്ടപ്പാടിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയോടെ മഴ ലഭിച്ചു തുടങ്ങി. പുലർച്ചെ വരെ കനത്ത മഴ പെയ്തതോടുകൂടി അട്ടക്കുളങ്ങര, ഉള്ളൂർ, ചാല മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മുക്കോലക്കലിൽ വീടുകളിൽ വെള്ളം കയറി. ഗൃഹോപകരണ സാധനങ്ങൾ എല്ലാം വെള്ളത്തിലായി. ഓവുചാൽ നവീകരണം നടക്കാത്തതും താഴ്ന്നു നിൽക്കുന്ന പ്രദേശമായതുകൊണ്ടുമാണ് വെള്ളം കയറാൻ പ്രധാന കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. പണ്ടൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മണക്കാടിൽ നിന്ന് മുക്കോലൊക്കെ ഭാഗത്തുള്ള വെള്ളം ഇത്ര ഇവിടെ സ്റ്റോർ ചെയ്യുകയും അത് കരിത്തോട്ടിൽ ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിലാവുകയും അങ്ങനെയാണ് നമ്മളെ ഈ വിനായകനഗറിലോട്ട് ഈ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നത്. അർദ്ധരാത്രിയിൽ വെള്ളം കയറിയതോടെ ഗൃഹോപകരണ സാധനങ്ങളെല്ലാം ഉപയോഗശൂന്യമായി. കക്കൂസ് മുതൽ അടുക്കള വരെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി. 1 മണിക്ക് തുടങ്ങിയതാണ്, 4 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇതുവരെ ആരും എന്താണ് യാതാണെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. കൊല്ലം ജില്ലയിൽ കല്ലടയാറ്റിലും അച്ചൻകോവിലാറ്റിലും അഷ്ടമുടിക്കായലിലും പരപ്പാർ ഡാമിന്റെ ദൃഷ്ടിപ്രദേശങ്ങളിലും മഴ കനത്തു. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പത്തനംതിട്ട ഗവി പാതയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മൂഴിയാർ 40-ന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കുമളിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെട്ടു. ജില്ലയിൽ റെഡ് അലർട്ട് ആയതിനാൽ പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള എല്ലാ KSRTC സർവീസുകളും റദ്ദു ചെയ്തു. ജില്ലകളിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.